എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 4 മണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, 5 പീസ്. അപ്പോൾ അതിനുവേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിലാണ് കേട്ടോ കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കൂടുതൽ ബ്രെഡ് സ്ലൈസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കടലമാവ് കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. 1.5 കപ്പ് മതിയാവും. ഒരു 5-6 എണ്ണമൊക്കെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് മതിയാവും കേട്ടോ. ഇതിലോട്ട് ഞാൻ ഒരു സവോള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളകാണ് കേട്ടത്, അതും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ, അതും കൂടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയുടെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 3/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വെള്ളത്തിൻ്റെ അളവ് പോരപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളത് ഇളക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ഒഴിച്ചെടുത്ത് നോക്കിയാൽ മതി. ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്രെഡ് മുക്കിയെടുക്കാൻ പാകമാണ്, അതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇതവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമുളക് എരിവൊന്നും ഇല്ലാത്തതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഇപ്പം നോക്കിയിട്ട് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ എല്ലാം തന്നെ മിക്സ് ചെയ്തെടുത്തത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡിന് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ദോശക്കല്ലാണ് കേട്ടോ അടുപ്പിലോട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതിലാണ് നമ്മളത് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിലിട്ട് കുറച്ച് എണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്ന് ചുട്ടെടുക്കുകയാണല്ലോ, അപ്പോൾ ഈ രീതിക്ക് മതി. ഒരുപാട് നമ്മൾ ഓയിൽ വേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് നമ്മുടെ ബ്രെഡ് ഓരോന്നായിട്ട് മുക്കിയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ നമ്മൾ ബ്രെഡ് എണ്ണയിലൊക്കെ ഒരുപാട് പൊരിക്കണതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. 2 വശം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് പോലെ അങ്ങനെ ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നുള്ള കിട്ടില്ല ഈ ഒരു സ്നാക്ക് കേട്ടോ. നമുക്ക് എന്താണെങ്കിലും ഒന്ന് മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രേ വേണ്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് അതിലിട്ട് കൊടുക്കാൻ. നിങ്ങളുടെ കയ്യിൽ തക്കാളിയൊക്കെ നല്ല പഴുത്ത തക്കാളിയൊക്കെ ഉണ്ട്, ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ടാൽ നല്ല കാണാനും നല്ല ഭംഗിയുണ്ടാവും, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇവിടെ കുട്ടികൾ തക്കാളിയൊക്കെ എടുത്ത് കളയാതുകൊണ്ടാണ് ഞാനത് ഇടാതിരുന്നത്. അപ്പോൾ അതും കൂടി ഇടുമ്പോൾ കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കാനും ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് എല്ലാവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് നമ്മുടെ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടണമല്ലോ എന്ന് വെച്ചിട്ടാ. ഇത്രേ വേണ്ടുള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അവിടെ നമ്മുടെ ഒരെണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രേ വേണ്ടുള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ എല്ലാ ബ്രെഡും ഞാനിതവിടെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രം എനിക്ക് നല്ല നല്ല വീഡിയോസുകൾ ഇനി അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ കേട്ടോ. എങ്കിൽ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.